സിനിമ എന്ന കല കച്ചവടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ അടിക്കുന്ന സിനിമകളാണ് ഹിറ്റ് ചിത്രങ്ങളെന്ന് പറയുന്നത്. വലിയ കഥകളില്ലാത്ത സിനിമകളും കോടികൾ അടിക്കുന്നത് നാം കാണുന്നുണ്ട്. മലയാള സിനിമയ്ക്കുള്ള വരവേൽപ്പ് അന്യഭാഷാ ചിത്രങ്ങളെക്കാൾ എന്നും കുറവ് തന്നെയാണ്. ലാലേട്ടനും മമ്മൂക്കിയുമാണ് ശരിക്കും നമ്മെ ഇത്രയും കാലം എൻ്റർടൈൻ ചെയ്യിച്ചത്. മലയാള സിനിമാ വിജയങ്ങളിൽ അവർക്കുള്ള പങ്ക് വലുതാണ്. പുതിയ നടന്മാരുടെ വരവോടുകൂടി പുതിയ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. പക്ഷേ ലാലേട്ടനും മമ്മൂക്കിക്കും ശേഷം മലയാള സിനിമയെ നയിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിലാണ് ഇന്നത്തെ മറ്റു പല നടന്മാരുടെയും വളർച്ച. എന്തുകൊണ്ടും മലയാളത്തിൽ അതിനർഹനായ ഒരാളുണ്ട്. യെസ്, രാജുവേട്ടൻ, മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ്. ഇക്കഴിഞ്ഞ 10 വർഷം രാജുവേട്ടൻ്റെ പീക്ക് ലെവലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ 10 വർഷത്തിൽ, അതായത് 2013 മുതൽ 2023 വരെ ഒത്തിരി സിനിമകൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അവ ഏതൊക്കെയെന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട് പുതിയ കണ്ടന്റ്? ഒന്നാം സ്ഥാനത്ത് 2013 ഇറങ്ങിയ മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു ചിത്രം പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഫ്ലോപ്പ് ചിത്രമായിട്ട് പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ സിനിമ ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ 2014 റിലീസായിരിക്കുന്നത്. ഈ ഒരു സിനിമയും ഫ്ലോപ്പാണ്. മൂന്നാമത്തെ സിനിമ ഡമാർ പടാർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ 2014 റിലീസായിട്ടുള്ളത്. നാലാമത്തെ സിനിമ ഇവിടെ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ 2015 ഇറങ്ങിയിരിക്കുന്നത്. ഇതും ഫ്ലോപ്പാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് 2015 റിലീസായിട്ടുള്ള ഡബിൾ ബാരൽ എന്ന സിനിമയാണ്. ആറാം സ്ഥാനത്തുള്ളത് 2017 ഇറങ്ങിയ ടിയാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഏഴാം സ്ഥാനത്തുള്ളത് 2017 തന്നെ റിലീസായിട്ടുള്ള വിമാനം എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും ഫ്ലോപ്പായിട്ട് കരുതപ്പെടുന്നു. എട്ടാം സ്ഥാനത്തുള്ളത് 2018 റിലീസായിട്ടുള്ള മൈ സ്റ്റോറി എന്ന സിനിമയാണ്. ഒമ്പതാം സ്ഥാനത്തുള്ളത് 2018 തന്നെ റിലീസായിട്ടുള്ള രണം എന്ന് പറയുന്ന സിനിമയാണ്. പത്താം സ്ഥാനത്തുള്ളത് 2019 റിലീസായിട്ടുള്ള 9 എന്ന് പറയുന്ന സിനിമയാണ്, അതായത് 9 എന്ന് പറയുന്ന സിനിമയാണ്. 11ാം സ്ഥാനത്തുള്ളത് 2019 റിലീസായിട്ടുള്ള ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സിനിമയാണ്. 12ാം സ്ഥാനത്തുള്ളത് തീർപ്പ് എന്ന് പറയുന്ന സിനിമയാണ്. 2022 ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളത്. റീസെൻ്റ്ലി, അതായത് 2022 ഇറങ്ങിയിട്ടുള്ള ചിത്രമാണ് 13ാം സ്ഥാനത്തുള്ളത്. ഗോൾഡ് എന്ന് പറയുന്ന അൽഫോൺസ് പുത്രൻ പടമാണ് പൃഥ്വിരാജിൻ്റെ അവസാന ഫ്ലോപ്പ് ചിത്രമായിട്ട് പരിഗണിക്കുന്നത്. പ്രധാനമായും തിയേറ്ററുകളിലെത്തി പരാജയപ്പെട്ട പൃഥ്വിരാജ് സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. രാജുവേട്ടൻ്റെ ഇനി വരാനിരിക്കുന്ന സലാർ എന്ന സിനിമ എത്ര വിജയമാവുമെന്നും ആടുജീവിതം എന്ന സിനിമ എത്ര അവാർഡ് വാങ്ങിക്കൂട്ടുമെന്നും നമുക്ക് കണ്ടിരുന്നു കാണാം. തിയേറ്ററുകളിൽ സിനിമയെത്തുന്നത് ഹിറ്റടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ ചില സിനിമകൾ ചില കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെടുകയും ചെയ്യും. പിന്നീട് TV-യിലോ OTT-യിലോ അതേ ചിത്രങ്ങൾക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവുന്നത് നാം കാണുന്നു. അവിടെ വാണിജ്യം നശിച്ചെങ്കിലും കല, അതായത് ആർട്ട് നശിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.